السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 231 പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പാടുള്ള എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ റെഫർ ചെയ്യുന്ന മഹാന്മാരായ മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, ഇതിനോട് അധ്വാനിക്കുന്നവർ, നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, നമുക്ക് ഭക്ഷണം തന്ന ആളുകൾ, സഹായിച്ചവർ, സ്നേഹിച്ചവർ, എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 231 പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلما جاء أمرنا جعلنا عاليها سافلها وأمطرنا عليها حجارة من سجيل منضود مسومة عند ربك وما هي من الظالمين ببعيد. وإلى مدين أخاهم شعيبا قال يا قوم اعبدوا الله ما لكم من إله غيره ولا تنقصوا المكيال والميزان إني أراكم بخير وإني أخاف عليكم عذاب يوم محيط. ويا قوم أوفوا المكيال والميزان بالقسط ولا تبخسوا الناس أشياءهم ولا تعثوا في الأرض مفسدين بقية الله خير لكم إن كنتم مؤمنين وما أنا عليكم بحفيظ. قالوا يا شعيب أصلاتك تأمرك أن نترك ما يعبد آباؤنا أو أن نفعل في أموالنا ما نشاء إنك لأنت الحليم الرشيد. قال يا قوم أرأيتم إن كنت على بينة من ربي ورزقني منه رزقا حسنا وما أريد أن أخالفكم إلى ما أنهاكم عنه إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിലെ 11 അധ്യായം സൂറത്ത് ഹൂദിലെ 82 മുതൽ 88 വരെയുള്ള 7 ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. 12ാമത്തെ ജുസ്ഇൽ 231 പേജ്. മഹാനായ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമൂഹത്തിന്റെ ധിക്കാരം കാരണം അവരെ ഒന്നാകെ ഉന്മൂലനം ചെയ്യാൻ പോവുകയാണെന്നും ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനോടും കുടുംബത്തോടും രാത്രി തന്നെ ആ നാട് വിടാനും പറഞ്ഞതാണ് കഴിഞ്ഞ പേജിൽ അവസാനമായി നമ്മൾ പഠിച്ചത്. ഇനി ആ ശിക്ഷ എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെയായിരുന്നു? ആ ഭൂപ്രദേശം ഒന്നടങ്കം അല്ലാഹു തആല കീഴ്മേൽ മറിച്ചു. ആ നാട് ഒന്നാകെ പറിച്ച് അടർത്തിയെടുത്ത് കുറെ മുകളിലേക്ക് കൊണ്ടുപോയി പിന്നെ കീഴ്മേൽ മറിച്ച് താഴേക്കിട്ടു. ഇങ്ങനെ മറിക്കുന്നതിന് തൊട്ട് മുമ്പ് നല്ല ചുട്ട് പഴുപ്പിച്ച കല്ലുകൾ അവരുടെ മീതെ വർഷിക്കുകയും ചെയ്തിരുന്നു അത്രേ. ഇതാണ് ശിക്ഷ. 82ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلما جاء أمرنا جعلنا عاليها سافلها وأمطرنا عليها حجارة من سجيل منضود. فلما جاء أمرنا, അങ്ങനെ നമ്മുടെ കൽപ്പന വന്നെത്തിയപ്പോൾ, അവരെ ശിക്ഷിക്കാനുള്ള കൽപ്പന, ഉത്തരവ് വന്നെത്തിയപ്പോൾ, ജഅൽന, നമ്മൾ
ആക്കി മാറ്റി. ആലിയഹ, ആ നാടിൻ്റെ മുകൾ ഭാഗം, സാഫിലഹ, അതിൻ്റെ അടിഭാഗമാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ ആ നാട് നാം കീഴ്മേൽ മറിച്ചിട്ടു എന്നർത്ഥം. വംതർന അലൈഹ, ആ നാടിനുമേൽ നാം വർഷിക്കുകയും ചെയ്തു, ആ നാട്ടുകാരുടെ മേൽ നാം വർഷിക്കുകയും ചെയ്തു. ഹിജാറത്തൻ, കല്ലുകൾ, മിൻ സിജ്ജീലിൻ, അഗ്നിയിൽ ചുട്ടെടുത്ത, മങ്കൂദിൻ, നിരനിരയായി വരുന്ന കല്ലുകൾ. അപ്പോൾ അഗ്നിയിൽ ചുട്ടെടുത്ത നിരനിരയായ കല്ലുകൾ അവരുടെ മേൽ നാം വർഷിക്കുകയും ചെയ്തു. ഹിജാറത്തൻ മിൻ സിജ്ജീൽ, നല്ല ചൂടയിൽ ചുട്ടെടുത്ത, അഗ്നിയിൽ ചുട്ടെടുത്ത കല്ലുകൾ. സിജ്ജിൽ എന്ന് പറഞ്ഞാൽ മങ്കൂദ് എന്ന് പറഞ്ഞാൽ നിരനിരയായി, നമ്മൾ തുടർച്ചയായി വർഷിച്ചു എന്നർത്ഥം. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നിരനിരയായി. മങ്കൂദ് എന്ന് പറഞ്ഞാൽ ഒന്നിന് പിറകെ മറ്റൊന്നായി ഇങ്ങനെ വരിക. ആ കല്ലിന് വേറെയും ചില പ്രത്യേകതകളുണ്ട്. 83-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുസവ്വമതൻ ഇൻദ റബ്ബിക് വമാ ഹിയ മിനൽ ളാലിമീന ബിബഈദ്. മുസവ്വമതൻ, അടയാളപ്പെടുത്തപ്പെട്ട കല്ലുകളാണ് ഇറങ്ങിയത്, വന്നത്, വർഷിച്ചത്. ഇൻദ റബ്ബിക, താങ്കളുടെ രക്ഷിതാവിന്റെ അടുക്കൽ അടയാളപ്പെടുത്തപ്പെട്ട കല്ലുകൾ. വമാ ഹിയ മിനൽ ളാലിമീന ബിബഈദ്, വമാ ഹിയ, ആ നാട്, മിനൽ ളാലിമീന, ഈ അക്രമികളിൽ നിന്ന്, ബിബഈദ്, ഏറെ വിദൂരയൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ മക്കയിലെ ഈ മുശ്രിക്കീങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിഷേധിക്കുന്ന, അവിടുത്തെ ബുദ്ധിമുട്ടിക്കുന്ന ഈ മുശ്രിക്കീങ്ങളുണ്ടല്ലോ, അതിക്രമകാരികളായ മുശ്രിക്കീങ്ങൾ, അവർ താമസിക്കുന്ന മക്കയിൽ നിന്ന് വലിയ ദൂരത്തൊന്നുമല്ല ഈ നാട് എന്നാണ് അല്ലാഹു പറയുന്നത്. 3 തരം കഠിനമായ ശിക്ഷകളാണ് ഈ ഖൗമിന് അല്ലാഹു നൽകിയത്. ഒന്ന്, ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ഘോരമായ ഒരു അട്ടഹാസം. പിന്നെ അവരുടെ ഭൂപ്രദേശങ്ങൾ മലക്കുകൾ ആഴത്തിൽ പറിച്ച് പൊക്കിയെടുത്ത് കീഴ്മേൽ മറിച്ചു. അതിനു മുമ്പായി കളിമണ്ണിൻ്റെ ചൂടുകട്ടകൾ തുടർച്ചയായി അവരുടെ മേൽ വർഷിക്കുകയും ചെയ്തു. ചാവുകടൽ മേഖലയിലാണ് ഈ ശിക്ഷ ഇറങ്ങിയത്. ഇന്നുണ്ടത് ആ കടൽ. ഈ നാടാണ് പിന്നീട് ലൂത്ത് കടൽ അല്ലെങ്കിൽ ചാവു കടൽ എന്ന പേരുകളിൽ വലിയ തടാകമായി മാറിയതും അറിയപ്പെടുന്നതും. ഇന്നൊക്കെ പല ആളുകളും അങ്ങോട്ട് പോകാറുണ്ട്. മുസവ്വമതൻ ഇൻദ റബ്ബിക്, അല്ലാഹുവിങ്കൽ അടയാളപ്പെടുത്തപ്പെട്ട കല്ലുകൾ. ഇതിന് പല തഫ്സീറുകളും ഉണ്ട്. എന്താണ് ഒരു വ്യാഖ്യാനം? ഒരു കല്ലുപോലും വെറുതെയാകാതെ നിഷേധികളുടെ ശരീരത്തിൽ ഏൽക്കും എന്ന് അല്ലാഹു തആല രേഖപ്പെടുത്തിയത് എന്നാണ് ഒരു വ്യാഖ്യാനം. രണ്ടാമതൊരു അഭിപ്രായം, ഓരോ കല്ലുകളും ഇന്നയാളുടെ ശരീരത്തിന്മേൽ പതിക്കേണ്ടതാണ് എന്ന് ആ കല്ലിന്മേൽ രേഖപ്പെടുത്തിയിരുന്നു. അതാണ് വേറൊരു അഭിപ്രായം. അതല്ലെങ്കിൽ ഭൂമിയിലെ സാധാരണ കല്ലുകളിൽ നിന്നും വ്യത്യസ്തമായ ചില പ്രത്യേക അടയാളങ്ങൾ ആ കല്ലുകൾക്കുണ്ടായിരുന്നു. ആർക്കൊക്കെയാണ്, എവിടെയൊക്കെയാണ് അത് പതിക്കേണ്ടത് എന്ന് കുറിക്കുന്ന ചില അടയാളങ്ങളും അതിലുണ്ടായിരുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ ഏത് അഭിപ്രായങ്ങളുടെയും ആശയം. വമാ ഹിയ മിനൽ ളാലിമീന ബിബഈദ്, ഈ ശിക്ഷ അല്ലെങ്കിൽ ആ നാട് മക്കയിലെ സത്യനിഷേധികൾക്ക് അന്യമൊന്നുമല്ല, അവർക്കും ഇങ്ങനെ വരാം എന്നാണ് സൂക്തത്തിൻ്റെ അവസാനത്തിൻ്റെ ഈ ഭാഗത്തെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുക. ഒരു വ്യാഖ്യാനം അങ്ങനെ ചെയ്യാം. ഇപ്പം ഇവർക്ക് വന്ന അതേ ശിക്ഷ മക്കയിലെ സത്യനിഷേധികൾക്ക് അന്യമൊന്നുമില്ല, അവർക്കും ആ ശിക്ഷ വരാം. വേറൊരു വ്യാഖ്യാനം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഘോര ശിക്ഷ ഇറങ്ങിയ സ്ഥലം, അതിൻ്റെ അവശിഷ്ടങ്ങളൊന്നും മക്കയിലെ മുശ്രിക്കുകളിൽ നിന്ന് അധികം ദൂരത്തൊന്നുമല്ല. മാത്രമല്ല അവർക്കത് അറിയുകയും ചെയ്യാമായിരുന്നു. കാരണം ഉഷ്ണകാലത്ത് കച്ചവടത്തിനും മറ്റുമായി ഷാമിലേക്ക് സാധാരണ മക്കയിലെ മുശ്രിക്കുകൾ പോകാറുള്ളതാണ്. മക്കയിൽ നിന്ന് വടക്കോട്ടുള്ള ഈ യാത്രയിൽ ശിക്ഷ ഇറങ്ങിയ ഈ സ്ഥലത്തിൻ്റെ അടുത്തുകൂടിയാണ് അവർ പോകാറുള്ളത്. അതുകൊണ്ട് വലിയ ദൂരത്തൊന്നുമല്ല ആ സ്ഥലം, നിങ്ങൾക്ക് പരിചയമുള്ള സ്ഥലമാണ്. ഈ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊള്ളണമെന്ന് അല്ലാഹു തആല ഉത്ബോധിപ്പിക്കുകയാണ്. സൂറത്ത് സ്വാഫാത്ത് 133 മുതൽ 138 വരെയുള്ള ആയത്തുകളിൽ ഈ വിഷയം പറയുന്നുണ്ട്. ശരി, ഇനി നമുക്ക് 84-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. മഹാനായ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം ഇതോടെ അല്ലാഹു തആല ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി പറയുന്നത് മഹാനായ ശുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു മകൻ്റെ പേരാണ് മദിയൻ എന്നത്. മദിയൻ ബിൻ ഇബ്രാഹിം. പിന്നീട് ആ പേര്
മഹാനവറുകളുടെ സന്താന പരമ്പരയുടെ ഗോത്രപ്പേരായി മാറി. അതുപോലെ ഈ മദിയൻ എന്ന മകൻ അദ്ദേഹവും മക്കളും കൂട്ടുകുടുംബങ്ങളും ഒക്കെ താമസിക്കുന്ന സ്ഥലത്ത് ഒരു പട്ടണം പണിയുകയും ചെയ്തു. ആ പട്ടണത്തിനും പിന്നീട് മദിയൻ എന്ന് പേര് വന്നു. ഇതൊരു സാധാരണ ഒരു രീതിയാണ്. കാരണം സ്ഥാപകന്മാരുടെ പേര് തന്നെ അല്ലെങ്കിൽ ആ പേരിനോട് ചേർന്ന് മറ്റെന്തെങ്കിലും ഒക്കെ ചേർത്തിയിട്ട് സ്ഥലങ്ങൾക്ക് പേര് വിളിക്കാറുണ്ടല്ലോ. അതുപോലെ ആണ് മദിയൻ എന്ന നാടിനും ആ പേര് വന്നത്. പണ്ട് മുതലേ എല്ലാവരും നടപ്പാണിത് എന്നർത്ഥം. കാലങ്ങൾക്ക് ശേഷം ആ ദേശത്തേക്ക്, മദിയൻ ദേശത്തേക്ക് നിയുക്തനായ പ്രവാചകനാണ് മഹാനായ ശുഐബ് നബി അലൈഹി സ്വലാം. അദ്ദേഹം മദിയൻ ഗോത്രക്കാരനായിരുന്നു, ആ പട്ടണത്തിലെ താമസക്കാരനായിരുന്നു. പല സമൂഹത്തിലേക്കും അള്ളാഹു തആല അവരെ കൂട്ടത്തിൽപ്പെട്ട ആളുകളെ തന്നെയാണല്ലോ പ്രവാചകന്മാരെ നിയോഗിച്ചത്. അതെന്തിനാ? നിഷ്പക്ഷമതികളായ സത്വന്വേഷികളായ ആളുകൾക്ക് ആ പ്രവാചകന്മാർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാനും സ്വീകരിക്കാനും അതാണല്ലോ ഏറ്റവും സ്വീകാര്യം, സഹായകമാവുക. അറിയുന്ന ആളുകളാണ്, നമ്മുടെ കൂട്ടത്തിലുള്ള ആളാ പറയുന്നത്, പിന്നെ തെറ്റാവാൻ സാധ്യതയില്ല. ഇവിടെ മദിയൻ ഗോത്രത്തിന്റെ കാര്യത്തിലും അതേ നടപടിക്രമമാണ് അള്ളാഹു തആല സ്വീകരിച്ചത്. അവരെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ തന്നെ പ്രവാചകരായി അയച്ചു കൊടുക്കുകയാണ്. മദീനക്കാർ ഒരുപാട് വേണ്ടാത്തരങ്ങൾ ചെയ്തിരുന്നൊരു നാട്ടുകാരായിരുന്നു എന്നാണ്. ബഹുദൈവ വിശ്വാസമുണ്ട്, ബഹുദൈവാരാധനയുണ്ട്, ബിംബങ്ങളെ ആരാധിക്കുന്ന പതിവുണ്ട്. അതിനു പുറമെ കച്ചവടങ്ങളിൽ കൃത്രിമം നടത്തുക, അതാണ് അവർ ഏറ്റവും വലിയ തെറ്റ് അവർ ചെയ്തിരുന്നത്. ശിർക്കിന് പുറമെ പിന്നെ അവർ ചെയ്തിരുന്ന മറ്റൊരു തെറ്റും കൂടി, വലിയൊരു തെറ്റാണ് കച്ചവടത്തിൽ പിന്നെ കൃത്രിമങ്ങൾ നടത്തുക എന്നത്. അതാണ് ആ രണ്ട് വിഷയങ്ങൾ അടുത്ത ആയത്തിൽ അല്ലാഹു പ്രത്യേകമായി എടുത്തു പറയുന്നത്. മദിയൻ നല്ലൊരു നാടായിരുന്നു എന്നാണ്, നല്ല ക്ഷേമമുള്ള നാട്, എല്ലാ ഐശ്വര്യങ്ങളുമുള്ള നാട്. കച്ചവടമായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട തൊഴിൽ. ആ കച്ചവടത്തിലാണ് നിരവധി അരാജകത്വങ്ങളും വേണ്ടാത്തരങ്ങളും അവർ കടത്തിക്കൂട്ടിയിരുന്നത്. അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക, വഞ്ചിക്കുക, ചതിക്കുക, ചുങ്കം വാങ്ങുക, പിടിച്ചുപറി നടത്തുക, ഇങ്ങനെ പല അഴിമതികളും സർവത്ര ഉണ്ടായിരുന്നു എന്ന് അവിടെ നാട്ടിൽ മൊത്തം ഉണ്ടായിരുന്നു. അതോടൊപ്പം എല്ലാവരും വിഗ്രഹാരാധകരും ആയിരുന്നു. സൂറത്തുൽ ആറാഫിൽ നമ്മൾ ആ വിഷയം കുറച്ച് പഠിച്ചിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ശുആറാ, സൂറത്തുൽ അൻകബൂത്ത്, ഇതിലൊക്കെ ഇവരെ സംബന്ധിച്ച് വരുന്നും ഉണ്ട് ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ ശുആറായിൽ ശുഐബ് നബി അലൈഹി സ്വലാമിന്റെ ജനതയെ പറ്റി അസ്ഹാബുൽ ഐക്ക എന്നൊരു പ്രയോഗമുണ്ട്. മരക്കാവിൽ താമസിക്കുന്ന ആളുകൾ, മരക്കാവിൽ താമസിക്കുന്നവർ, ഒരു മരത്തിന്റെ ചുറ്റുമുള്ളൊരു കാവ്. ഇവിടെ ഇവർ മദിയന്റെ അടുത്ത ഒരു സ്ഥലത്ത്, മദിയൻ പട്ടണത്തിന്റെ അടുത്തൊരു സ്ഥലത്ത് താമസിച്ചിരുന്ന ആളുകളാണെന്നും രണ്ടു കൂട്ടരിലേക്കും കൂടിയാണ് ശുഐബ് നബി ഇസ്ലാം നിയോഗിക്കപ്പെട്ടിരുന്നത് എന്നൊരു അഭിപ്രായമുണ്ട്. സൂറത്തു ശൂറായിൽ പറഞ്ഞ അസ്ഹാബുൽ ഐക്ക ഇപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന മദിയന്റെ തൊട്ടടുത്തൊരു സ്ഥലമായിരുന്നു എന്നും ആ രണ്ടു നാട്ടിലേക്കും കൂടിയാണ് മഹാനവറുകൾ നിയോഗിച്ചത് എന്നൊരു അഭിപ്രായം മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതല്ല, ആദ്യം നിയോഗിച്ചത് മദിയൻകാരിലേക്കാണ്. അങ്ങനെ അവരുടെ നാശത്തിന് ശേഷമാണ് ശുഐബ് നബി അലൈഹി ഇസ്ലാമിനെ ഐക്യത്തിലേക്ക് നിയോഗിക്കപ്പെട്ടത് എന്ന വേറൊരു അഭിപ്രായം ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഏതായാലും വിശദമായി സൂറത്തു ശൂറാ പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം. എന്താണ് ഐക്യത്ത് എന്നും എന്തായിരുന്നു മരം എന്നൊക്കെ നമുക്ക് പഠിക്കാം. ശുഐബ് നബി അലൈഹി ഇസ്ലാം മറ്റെല്ലാ പ്രവാചകന്മാരും ചെയ്തതുപോലെ ആദ്യമായി തൻ്റെ നാട്ടുകാരെ തൗഹീദിലേക്കാണ് ക്ഷണിച്ചത്. അതാണല്ലോ പരിശുദ്ധ ഇസ്ലാമിന്റെ മൗലികമായ അടിത്തറ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹരായി വേറെ ആരുമില്ല, ഈ മുദ്രാവാക്യം, ഇതാണ് മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും പ്രചാരവും പവിത്രതയും നേടിയത്. അതുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഞാനും എൻ്റെ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരെല്ലാവരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അപ്പൊ ഇങ്ങനെ തൗഹീദിന്റെ ഗൗരവം ആ സമൂഹത്തിന് ഉണർത്തി കൊടുത്ത ശേഷം മഹാനായ ശുഐബ് നബി അലൈഹി സ്വലാം ആ സമൂഹത്തിലെ തിന്മകൾ ഒഴിവാക്കണമെന്ന് ഉപദേശിക്കുകയാണ്. അളവിലും തൂക്കത്തിലും നിങ്ങൾ കമ്മി വരുത്തരുത്, കൊള്ളയും പിടിച്ചുപറയും നിങ്ങൾ അവസാനിപ്പിക്കണം. ഇതൊക്കെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങളാണ്. ആ നാട്ടുകാർ വലിയ പൈസക്കാരാണ്, ഭയങ്കര കച്ചവടക്കാരാണ്, എല്ലാവരും പണക്കാരാണ്, നല്ല നിയമത്ത് കിട്ടിയ നാടാണ്. പക്ഷെ എന്നാലും എങ്ങനെയെങ്കിലും മറ്റുള്ള ആളുകളുടെ ധനം, പൈസ പിടുങ്ങണം, അത് പറ്റിച്ച് എടുക്കണം, ഇതിലവർക്ക് ഒരു മനസ്സാക്ഷിക്കുത്തുണ്ടാകില്ല. ഇതവർ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നു. കച്ചവട ചരക്കുകൾ തൂക്കിയോ അളന്നോ ആളുകൾക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോൾ കുറവ് വരുത്തും, ഇങ്ങോട്ട് വാങ്ങുമ്പോൾ നേരെ മറിച്ചു, നിശ്ചിത കണക്കിലധികം ചതിയിലൂടെ ഓവറായി ഇങ്ങോട്ട് കൈപ്പറ്റും.
ഈ പണി നിർത്തണമെന്നാണ് ശുഐബ് നബി അലൈഹി സ്വലാം അവർ ഉപദേശിക്കുന്നത്. അവരോട് പറയുന്നുണ്ട് അദ്ദേഹം, നിങ്ങൾ വലിയ നല്ല അവസ്ഥയിലാണല്ലോ, അൽഹംദുലില്ലാഹ്, നിങ്ങൾ ഖൈറാണ്, റാഹത്തിലാണ്, നിങ്ങൾക്ക് ദാരിദ്ര്യമില്ല, എല്ലാവർക്കും പൈസ ഉണ്ട്, അക്രമവും വഞ്ചനവും നടത്താതെ തന്നെ സുഖമായി ജീവിക്കാനുള്ള മാർഗങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ മറ്റുള്ള ആളുകളെ വഞ്ചിക്കുന്നത്? അത് വലിയ ഗൗരവമുള്ള കാര്യമല്ലേ, നന്ദികേടല്ലേ? ഇത് അവസാനിപ്പിക്കാൻ തയ്യാറാകാതെ നിങ്ങൾ ഇതേ നിലപാട് തുടരുകയാണെങ്കിൽ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം ഇഹലോകത്ത് വെച്ച് തന്നെ വലിയ ശിക്ഷ നിങ്ങളെ പിടികൂടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇത്രയും ഊന്നി പറയുന്നത്. അത് കഴിഞ്ഞ് പരലോകത്ത് ചെന്നാൽ വേറെ ശിക്ഷയും നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇങ്ങനെയാണ് മഹാനവർകൾ ഉപദേശിക്കുന്നത്. ഇത്തരം അഴിമതികളൊന്നും ചെയ്യാതെ തന്നെ അള്ളാഹു നിങ്ങൾക്ക് തന്ന ജീവിതമാർഗങ്ങളും സുഖസൗകര്യങ്ങളും കൊണ്ട് തൃപ്തി അടയുകയാണ് നിങ്ങൾക്ക് ഉത്തമം. നിങ്ങളെ ഉപദേശിക്കാൻ എനിക്ക് കഴിയുള്ളൂ, അല്ലാതെ നിങ്ങളുടെ ഉത്തരവാദിത്തം ഏൽക്കാനുള്ള ബാധ്യതയും എനിക്കില്ല, ആ ബാധ്യതയൊന്നും എനിക്കില്ല. ഇങ്ങനെയൊക്കെ മനസ്സിൽ തട്ടുന്ന രീതിയിൽ ചിന്തോദ്ദീപകമായി മഹാനവറുകൾ ആ സമയത്ത് ഉപദേശിക്കുകയാണ്. നോക്കാം നമുക്ക് 84-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇലാ മദ്യന അഖാഹും ശുഐബാ ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു വലാ തൻഖുസുൽ മിക്യാല വൽ മീസാൻ ഇന്നി അറാകും ബിഖൈരിൻ വഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ മുഹീത്ത്. വഇലാ മദിയൻ, മദിയനിലേക്ക് നാം നിയോഗിച്ചു. നേരത്തെ നമ്മൾ പറഞ്ഞ ആ ആയത്തുകളുടെ തുടർച്ചയാണ്. നൂഹ് നബി അലൈഹി സ്വലാമിനെ അവരുടെ ഖൗമിലേക്ക് നിയോഗിച്ചു, അല്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ. ലൂത്ത് നബി അലൈഹി സ്വലാമിനെ അവരുടെ ഖൗമിലേക്ക് നിയോഗിച്ചു. വഇലാ മദിയന, മദിയനിലേക്ക് അഖാഹും, അവരുടെ സഹോദരനായ ശുഐബ് നബി അലൈഹി സ്വലാമിനെ നാം നിയോഗിച്ചു. ഖാല, ഇനി അദ്ദേഹം പ്രബോധന പ്രവർത്തനങ്ങൾ തുടരുകയാണ്. യാ ഖൗമി, എൻ്റെ സമൂഹമേ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണേ. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അള്ളാഹു അല്ലാതെ ഒരാരാധന നിങ്ങൾക്കില്ലേ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ പറഞ്ഞു. അപ്പം മൗലികമായ കാര്യം പറഞ്ഞു വെച്ചു, അടിസ്ഥാനപരമായ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി പറയാണ് വലാ തൻഖുസുൽ മിക്യാൽ, എൻ്റെ ജനങ്ങളെ, വലാ തൻഖുസുൽ മിക്യാൽ, നിങ്ങൾ അളവിൽ കുറവ് വരുത്തരുത്. വൽ മീസാൻ, തൂക്കത്തിലും. മിക്യാൽ എന്ന് പറഞ്ഞാൽ അളക്കുക, അളവ്. മീസാൻ ആണ് തൂക്കം. ഇതിൽ നിങ്ങൾ കുറവ് വരുത്തരുത്. ഇന്നി അറാക്കും ബിഖൈരിൻ, നിങ്ങൾ നല്ല ക്ഷേമത്തിലാണെന്നാണല്ലോ ഞാൻ കാണുന്നത്. ഇന്നി അറാക്കും, നിങ്ങളെ ഞാൻ കാണുന്നുണ്ട്. ബിഖൈരിൻ, ക്ഷേമാശ്വര്യങ്ങളിലായി, നല്ല റാഹത്തിലാണല്ലോ നിങ്ങൾ, അങ്ങനെയാണല്ലോ ഞാൻ നിങ്ങളെ കാണുന്നത്. പിന്നെ എന്തിനാണ് നിങ്ങൾ ആളുകളെ പറ്റിച്ച് പിന്നെയും പൈസ ഉണ്ടാക്കുന്നത്? നിങ്ങൾക്ക് അല്ലാത്തതിന് ഒരുപാട് കിട്ടിയിട്ടുണ്ടല്ലോ, അല്ലേ? വഇന്നി, തീർച്ചയായും ഞാൻ, അഖാഫു അലൈക്കും, നിങ്ങളെക്കുറിച്ച് പേടിക്കുന്നു. അദാബ യൗമിൻ മുഹീത്ത്, ആകെ ഗ്രസിച്ച് കളയുന്ന, നിങ്ങളെ ആകെ വലയം ചെയ്യുന്നൊരു ശിക്ഷ നിങ്ങൾക്ക് വരുമെന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് പേടിക്കുകയാണ്. മുഹീത്ത് എന്ന് പറഞ്ഞാൽ ആകെ ഗ്രസിച്ച് കളയുന്ന, വലയം ചെയ്യുന്ന എന്നർത്ഥം. ഇന്നി അറാക്കും ബിഖൈരിൻ, എന്താണ് ഈ പറഞ്ഞതിന് ഉദ്ദേശം? ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ടോ അല്ലെങ്കിൽ ദാരിദ്ര്യം ഉണ്ടായിട്ടോ അങ്ങനെ എന്തെങ്കിലും നിർബന്ധിതാവസ്ഥയിലോ ഒന്നും അല്ല അവരിങ്ങനെ കച്ചവടത്തിൽ ഈ തിരുമറി നടത്തിയിരുന്നത്, ആളുകളെ പറ്റിച്ചിരുന്നത്. അങ്ങനെയൊന്നുമല്ല, ഒരിക്കലും അങ്ങനെയായിരുന്നില്ല. അവർക്ക് എല്ലാ സുഖസൗകര്യവും സമ്പത്തുണ്ടായിരുന്നു. പക്ഷേ ആർത്തി, ഇനിയും ഉണ്ടാവണമെന്ന ആർത്തി, സമ്പത്തിനുള്ള ആർത്തി കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അതാണ് ഞാൻ നിങ്ങളെ മെച്ചപ്പെട്ട അവസ്ഥയിലാണ് കാണുന്നത് എന്ന് ശുഐബ് നബി അലൈഹി സ്വലാം അവരോട് പറയുന്നത്. 85-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. നേരത്തെ ആ ഖൗമിനോട് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി കൂടുതൽ ഊന്നൽ നൽകി വിശദമായി പറയുകയാണ് മഹാനായ ശുഐബ് നബി അലൈഹി സ്വലാം. മദിയൻകാർക്കിടയിൽ അളവ് തൂക്കത്തിലുള്ള വഞ്ചന വളരെ ഗുരുതരമായ രീതിയിൽ നടന്നിരുന്നു എന്ന് മനസ്സിലാക്കി തിരിക കൂടിയാണ്. എന്നു മാത്രമല്ല, ഇത്തരം ആളുകൾ എവിടെയും കൈവെക്കാൻ മടിക്കാത്ത ആളുകളായിരിക്കും. തൊഴിലാളികൾക്ക് കൂലി കൊടുക്കുന്ന കാര്യത്തിലാവട്ടെ, അമാനത്തുകൾ തിരിച്ചേൽപ്പിക്കുന്ന കാര്യത്തിലാവട്ടെ, മറ്റു ഏത് അവസരങ്ങളിലും ഇത്തരം ആളുകൾ അവരുടെ തനി സ്വഭാവം പുറത്തു കാണിക്കും. ഉദാഹരണമായി 50 രൂപ കൊടുക്കേണ്ടിടത്ത് 40 45 രൂപ കൊടുത്തിട്ട് ഒപ്പിക്കും. 5 രൂപ ഇവർ പിടുങ്ങും നടത്തും, അല്ലെങ്കിൽ 10 രൂപ ഇവർ പിടുങ്ങും. അതേപോലെ ആരെങ്കിലും ഇവരെ സൂക്ഷിക്കാൻ വേണ്ടി ഒരു 20 സ്വർണത്തിൻ്റെ വളകൾ ഏൽപ്പിച്ചെന്ന് വിചാരിക്കാം. തിരിച്ചു കൊടുക്കുമ്പോൾ അതിൽ 2 എണ്ണമോ 4 എണ്ണമോ ഒക്കെ സ്വർണം പൂശിയ മുക്കുവളകൾ വെച്ച് മടക്കി കൊടുക്കും. എന്നിട്ട് ഒറിജിനൽ സ്വർണം ഇവരെടുക്കും. ഇങ്ങനെയുള്ള ഒരു കൃത്രിമങ്ങളും നിങ്ങൾ ചെയ്യരുത്.
ഈ ഒരർത്ഥത്തിലുള്ള വിശാലമായ ഉപദേശങ്ങൾ മഹാനവറുകൾ നൽകുന്നത്. നിങ്ങൾ ആളുകളെ കബളിപ്പിക്കരുത് എന്ന് ഇനിയുള്ള ആയത്തിൽ പറയുന്നത് ഇത്തരം അർത്ഥങ്ങൾക്കാണ്. സമ്പത്തിനോടുള്ള ആർത്തി കാരണം വിവിധ കുഴപ്പങ്ങൾ നാട്ടിലുണ്ടാക്കിയിരുന്ന ആളുകളാണവർ. അതുകൊണ്ടാണ് അവരോട് പറയുന്നത്, നിങ്ങൾ നാശകാരികളായിരിക്കരുത്, നാശം ഉണ്ടാക്കുന്ന ആളുകളാവരുത്, അങ്ങനെ നടക്കരുത് എന്ന്. നോക്കാം നമുക്ക് 85-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويا قوم أوفوا المكيال والميزان بالقسط ولا تبخسوا الناس أشياءهم ولا تعثوا في الأرض مفسدين. ويا قوم എൻ്റെ സമൂഹമേ, ഔഫു നിങ്ങൾ പൂർത്തിയാക്കി നൽകണേ, അൽമിക്കിയാല അളവ്, വൽമീസാന തൂക്കം. എൻ്റെ ജനങ്ങളെ നിങ്ങൾ അളവും തൂക്കവും ബിൽ ഖിസ്തി നീതിനിഷ്ഠമായി പൂർത്തിയാക്കി നൽകണമേ. എന്നാൽ അളക്കുമ്പോഴും തൂക്കുമ്പോഴൊക്കെ നീതിപൂർവ്വം നിങ്ങളത് പൂർത്തിയാക്കി കൊടുക്കണം എന്ന്, ആളുകൾക്ക് അങ്ങോട്ട് പൂർത്തിയാക്കി കൊടുക്കണം. വലാ തബ്ഖസുന്നാസ അശിയാഅഹും, ആളുകൾക്ക് അവരുടെ സാധനങ്ങളിൽ നിങ്ങൾ കമ്മി വരുത്തരുത്. കാരണം മനുഷ്യർക്ക് അവരുടെ സാധനങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്നർത്ഥം. വലാ തബ്ഖസുന്നാസ അശിയാഅഹും, ആളുകൾക്ക് അവരുടെ സാധനങ്ങളിൽ നിങ്ങൾ കമ്മി വരുത്തരുത്, കുറവ് വരുത്തരുത്. അപ്പോൾ തൂക്കുമ്പോൾ കൊടുക്കുമ്പോൾ അവർക്ക് കൃത്യമായി കൊടുക്കുക. വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ, സംഹാരകരായി നടന്ന് ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യരുത്. വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ, നാശകാരികളായി നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യരുത്. ഈ ആളുകൾക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോൾ കൃത്യമായി കൊടുക്കുക, കുറച്ചും കൂടി കൂടുതൽ ഇട്ട് കൊടുക്കുക. കച്ചവടക്കാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, വലിയ വിഷയമാണിത്. ആളുകളെ ഹക്ക് നമ്മൾ പിടുങ്ങുകയാണ്. ഇന്നത്തെ കാലത്തൊക്കെ ഈ ഒരു കച്ചവടത്തിൻ്റെ മേഖലകൾ, പ്രത്യേകിച്ച് തൂക്കത്തിൻ്റെയും അളവിൻ്റെയും ഒക്കെ കാര്യത്തിൽ പല കൃത്രിമങ്ങളും എല്ലായിടത്തും നടക്കുന്നുണ്ട്. ചെറിയ ഗ്രോസറി മുതൽ പെട്രോൾ പമ്പുകൾ വരെ, വലിയ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ വരെ ചെറിയ തോതിലെങ്കിലും അളവിലും തൂക്കത്തിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയാണ് പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ എത്തിക്കുന്നത്. വലിയ ചതിയാണത്, വലിയ അതിക്രമമാണത്. അല്ലാഹു തആല അതിൻ്റെ പേര് ചോദ്യം ചെയ്യുമെന്ന് ഉറപ്പാണ്. വൈലുലിൽ മുത്തഫിഫീൻ, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന ആൾ, കൃത്രിമം കാണുന്ന ആൾക്ക് വൈലെന്ന നരകമുണ്ടെന്ന് അല്ലാഹു തആല താക്കീത് നൽകിയിട്ടുണ്ട്. അത്തരം ആളുകളുടെ പേര് വെച്ചൊരു സൂറ തന്നെ പരിശുദ്ധ ഖുർആനിലുണ്ട്. അതിന് ഗൗരവം സൂചിപ്പിക്കാനാണ്. ആ ആയത്ത് സൂറയിൽ അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ കുറവ് വരുത്തുന്ന ആളുകൾ അള്ളാഹുവിന് മുമ്പിൽ ചെന്ന് നിൽക്കണമെന്നൊരു ആലോചന, ഒരു വിചാരം അവർക്കില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്തൊക്കെ പെട്രോൾ പമ്പിൽ വരെ നമ്മൾ കൊടുക്കുന്ന പൈസക്ക് കൃത്യമായ എണ്ണ കിട്ടാതിരിക്കുകയാണ്. അവർ മെഷീനിൽ കൃത്രിമം കാട്ടി വച്ചിരിക്കുകയാണ്. ചെറിയ ഉന്തുവണ്ടി കച്ചവടം നടത്തുന്ന ആളുകൾ മുതൽ വലിയ സൂപ്പർ മാർക്കറ്റുകൾ വരെ ത്രാസിൽ കൃത്രിമം കാണിക്കുകയാണ്. സ്വർണം വിൽക്കുന്നിടത്ത് സ്വർണത്തിൻ്റെ തൂക്കം നടത്തുന്ന ആ ഒരു കണ്ടെയ്നറിനുള്ളിലേക്ക് എയർ കടത്തിവിടുകയാണ് സ്വർണത്തിൻ്റെ കനം കൂടാൻ. ഇറച്ചി വിൽക്കുന്ന ആളുകൾ ആ ഇറച്ചിയിൽ വെള്ളം ഒഴിക്കുകയാണ് ഇറച്ചിക്ക് കനം കൂടാൻ. സുബ്ഹാനല്ലാഹ്. ചരക്കുകളിൽ വെള്ളം നനക്കുകയാണ് അറിയാത്ത രൂപത്തിൽ അതിൻ്റെ കനം കൂടാൻ. ത്രാസിൻ്റെ അടിയിൽ എന്തൊക്കെയോ ചില സംഗതികൾ ഒട്ടിച്ചു വെക്കുകയാണ് ആ ഭാഗത്ത് കനം കൂടാൻ. ഇതൊക്കെ കൃത്രിമങ്ങളാണ്. ആളുകൾക്ക് അങ്ങോട്ട് നമ്മൾ അളന്നു കൊടുക്കുമ്പോൾ കുറച്ചങ്ങോട്ട് അധികം കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ശരിയായ നല്ല തൂക്കം ത്രാസ് ഉപയോഗിക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നല്ല കുഴപ്പമില്ലാത്ത കൃത്യമായ അളവ് തരുന്ന പെർഫെക്റ്റായ മെഷീൻ ഉപയോഗിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചിട്ടുണ്ട്. അത് കച്ചവടക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നതൊന്നും ഹലാലായി മാറുകയില്ല, ഹലാലായി മാറില്ല, ഹറാമാണ്. ആ ഹറാമാണ് നമ്മുടെ മക്കളെ തീറ്റിക്കുക. അത് മക്കളെ തീറ്റിച്ചിട്ട് മക്കളെങ്ങനെ നന്നാവാനും, കുടുംബം എങ്ങനെ രക്ഷപ്പെടാനും, നമ്മളെങ്ങനെ രക്ഷപ്പെടാനും, അള്ളാഹുവിന് മുമ്പിൽ എങ്ങനെ ചെന്ന് നിൽക്കാനും കച്ചവടക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഗുരുതരമായ തെറ്റാണ്. ആരോടെ നമ്മൾ പെരുത്തു പഠിപ്പിക്കുക? 19 കൊല്ലം 60 കൊല്ലം കച്ചവടം ചെയ്ത ഒരാൾ ഇങ്ങനെ തിരിമറി നടത്തിയിട്ടുണ്ടെങ്കിൽ ആരോടാണ് ഇയാൾ പൊരുത്തം ചോദിക്കുക? എത്രയോ ആളുകൾ ഹക്കായിരിക്കും അയാൾ പിടുങ്ങിയിട്ടുണ്ടാവുക. ആ ആളുകളോട് പൊരുത്തം വാങ്ങിയാലല്ലേ ഇയാൾക്കത് പൊരുത്തപ്പെട്ട് കിട്ടൂ, ഇയാളെ ഭാഗം ക്ലിയർ ആവും. അങ്ങനെ ക്ലിയർ ആവാതെ പടച്ച റബ്ബിന്റെ അടുത്ത് നിന്നിട്ട് എന്ത് കാര്യം? ഇയാൾ തൗബ ചെയ്തിട്ട് എന്ത് കാര്യം? ഈ മനുഷ്യന്മാരെ പൊരുത്തം വാങ്ങാതെ തൗബ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അത് ഗുരുതരമായ വിഷയമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അങ്ങോട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഏറെ കൊടുക്കുക, ഇങ്ങോട്ട് വാങ്ങുമ്പോൾ കുറച്ച് കുറഞ്ഞാലും മതി.
നമ്മളത് കുറച്ച് പോയാലും വേണ്ടില്ല, ആരാൻ്റെത് ഒരു തരി പോലും നമ്മുടെ അടുത്തേക്ക് വരരുത് എന്ന ഒരു കർശനമായ നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അരി മാർക്കറ്റിൽ എത്തുകയാണെങ്കിൽ അതിൽ കുറെ കല്ല്, പയറ് മാർക്കറ്റിൽ എത്തുകയാണെങ്കിൽ ആ പയറിൻ്റെ അതേ രൂപത്തിലുള്ള കല്ല്, പയറേതാണെന്ന് അറിയില്ല, കല്ലേതാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ എന്നിട്ട് തൂക്കി കൊടുക്കുമ്പോൾ ആ തൂക്കത്തിൽ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പാത്രത്തിലിട്ട് നോക്കുമ്പോൾ ബഹുഭൂരിഭാഗം കല്ല് അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ സാധനങ്ങൾ. എന്താ അങ്ങനെയൊക്കെ കച്ചവടം ചെയ്തിട്ട് കാര്യം? നെറ്റ് വെയ്റ്റും ഗ്രോസ് വെയ്റ്റും ഇത് രണ്ടിലും കൃത്രിമം നടക്കുക. അത് പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ പാക്കറ്റിൻ്റെ കനം, അത് എന്തായാലും ഉറയാണെങ്കിലും ചെറിയ കവറാണെങ്കിലും മില്ലി ഒക്കെ കനം എന്തായാലും ഉണ്ടാവില്ല, ചെറിയ തൂക്കത്തിലെ കനെങ്കിലും ഉണ്ടാവില്ല. അപ്പോൾ അതിലൊക്കെ ചില തരികിടകൾ നടത്തുക, നെറ്റ് വെയ്റ്റ് ഗ്രോസ് വെയ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും കച്ചവടക്കാർ ചെയ്യരുത്, പാക്കിംഗ് കമ്പനികൾ ചെയ്യരുത്. അള്ളാഹു എല്ലാവർക്കും നല്ല ബോധം തരട്ടെ. ആമീൻ. മുസ്ലിമുകളായ ആളുകൾ പ്രത്യേകിച്ച് അത്തരം സംഗതികളൊന്നും ഇടപെടുകയും ചെയ്യരുത്. വലാ തഅ്തു ഫിൽ അർദി മുഫ്സിദീൻ, നിങ്ങൾ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളായി, നാശകാരികളായി ഭൂമിയിൽ നടക്കരുത് എന്ന് അള്ളാഹു തആല പറയുകയാണ്. ശുഐബ് നബി അലൈഹി സ്വലാം ഖൗമിനെ ഉപദേശിക്കുന്നത് അള്ളാഹു തആല ഉദ്ധരിക്കുകയാണ്. 86-ാമത്തെ ആയത്ത് നോക്കൂ. ഇനി ശുഐബ് നബി അലൈഹി സ്വലാം അവരോട് പറയുന്നത്, സത്യസന്ധമായി നീതിയുക്തമായി കച്ചവടം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല ലാഭം ലഭിക്കുമല്ലോ, അങ്ങനെ കിട്ടുന്ന ലാഭമാണ് നിങ്ങൾക്ക് ഉത്തമം. സത്യവിശ്വാസികൾ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു പ്രവാചകൻ എന്നുള്ള നിലക്ക് ഞാൻ നിങ്ങളോട് പറയുന്നത്, പഠിപ്പിക്കുന്നത് അത് എൻ്റെ ബാധ്യതയായതുകൊണ്ടാണ്. പറയുക എന്നത് എൻ്റെ ബാധ്യതയാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അറിയിച്ചു തരികയാണ്. നിങ്ങളോട് ഇതെല്ലാം ചെയ്യിക്കേണ്ട ബാധ്യതയൊന്നും എനിക്കില്ല, പറഞ്ഞു തരേണ്ട ബാധ്യതയേ ഉള്ളൂ എന്ന് ചുരുക്കം. നോക്കൂ 86-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഖിയത്തുല്ലാഹി ഖൈറുൽ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ വമാ അന അലൈക്കും ബിഹഫീദ്. ബഖിയത്തുല്ലാഹ്, അള്ളാഹു വിട്ടേച്ചു തരുന്നതാണ് ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണ് എങ്കിൽ. എന്നാൽ സത്യസന്ധമായി കച്ചവടം ചെയ്തിട്ട് അള്ളാഹു നിങ്ങൾക്ക് ബാക്കിയാക്കി തരുന്ന സാധനം അത് മതി റാഹത്തായി ജീവിക്കാൻ. എന്തിനാ ആൾക്കാരെ പറ്റിച്ച് പിടുങ്ങുന്നത്? ബഖിയത്തുല്ലാഹി ഖൈറുൽ ലക്കും, ന്യായമായ നിലക്ക് അളന്നും തൂക്കിയും വിറ്റിട്ട് അള്ളാഹു നിങ്ങൾക്ക് ബാക്കിയാക്കി തരുന്ന ലാഭമാണ് നിങ്ങൾക്ക് ഉത്തമം. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ സത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ. വമാ അന അലൈക്കും ബിഹഫീദ്, ഞാൻ നിങ്ങളുടെ മേലൊരു പാറാവുകാരനൊന്നുമല്ല, നിങ്ങളുടെ മേൽനോട്ടക്കാരനൊന്നുമല്ല, ഒരു താക്കീതുകാരൻ മാത്രമാണ്. ഹഫീദ് എന്ന് പറഞ്ഞാൽ മേൽനോട്ടക്കാരൻ, പാറാവുകാരൻ എന്നൊക്കെ പറയും. 87-ാമത്തെ ആയത്തിലേക്ക് കിടക്കാം. ആ സമൂഹത്തിലെ അഴിമതികളെയും അക്രമങ്ങളെയും കുറിച്ച് മഹാനായ ശുഐബ് നബി അലൈഹി സ്വലാം ആ സമൂഹത്തോട് കാര്യകാരണങ്ങൾ സഹിതം കുറേ പറഞ്ഞു നോക്കി, ഒരുപാട് ഉപദേശിച്ചു നോക്കി. ആ സമൂഹമായി മഹാനവറുകൾ ഒട്ടേറെ വാഗ്വാദങ്ങളും സംവാദങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. ഈ സൂറത്തിലത് പറയുന്നുണ്ട്, വേറെയും പല സൂറകളിലും അല്ലാഹു തആല പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സംവാദം നടത്തിയ ഒരാൾ ആണ് എന്നതുകൊണ്ട് തന്നെ മഹാനവറുകളെ പിന്നെ ഖുർആൻ വ്യാഖ്യാതാക്കളെ വിശദീകരിക്കുന്നത് ഖതീബുൽ അംബിയ എന്നാണ്. ഖതീബുൽ അംബിയ, പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ പ്രാസംഗികൻ എന്ന് ഒരുപാട് ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് എന്ന്. മാഷാ അല്ലാഹ്. ഏതായാലും ഇത്രയൊക്കെ ഉപദേശിച്ചിട്ടും ആ നാട്ടുകാർ അനുസരിക്കാൻ തയ്യാറായില്ല. അവർ ധിക്കാരപൂർവം തിരിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ അങ്ങനെയല്ല ഉണ്ടാവുക. എത്രയൊക്കെ ഉപദേശങ്ങൾ എത്ര യുക്തവും സ്വീകാര്യോഗ്യവുമായി പറഞ്ഞു കേൾപ്പിച്ചാലും സത്യനിഷേധരെ സംബന്ധിച്ചിടത്തോളം അവരെ സ്വീകരിക്കാൻ തയ്യാറാകാറില്ല. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. അതേസമയം മഹാനായ ശുഐബ് നബി അലൈഹി സ്വലാം ഈ പറയുന്ന ഉപദേശങ്ങളൊക്കെ തള്ളിക്കളയാൻ എന്തെങ്കിലും ഒരു ന്യായമോ കാരണമോ അവർക്ക് പറയാൻ വേണ്ടേ? അങ്ങനെ ഒരു ന്യായമോ കാരണമോ കണ്ടെത്താൻ അവർക്ക് കഴിയുന്നില്ല. അപ്പൊ പിന്നെന്താ? പരിഹസിക്കുക. അല്ല, ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്നറിയില്ല, അതന്നെ കൊഞ്ഞനം കാട്ടുക എന്നറിയില്ല, അതന്നെ സംഭവം. അതാണ് അവരുടെ രീതി. ആ ലൈനാണ് ഇനി അവർ സ്വീകരിക്കുന്നത്. അവർ ചോദിക്കുകയാണ് ശുഐബ് നബി അലൈഹി സ്വലാമിനോട്, അല്ല ശുഐബേ, നിന്റെ നിസ്കാരമാണോ ഇങ്ങനെയൊക്കെ നിന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്? ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ആരാധിച്ചിരുന്ന ബഹുദൈവങ്ങളെ കൈയൊഴിയണം, കച്ചവടത്തിലൂടെ ലഭിക്കുന്ന സമ്പത്ത് നഷ്ടപ്പെടുത്തണം, ഇതൊക്കെയല്ലേ ഇപ്പം നീ പറയുന്നത്? നീ വലിയൊരു തണ്ടകടക്കാരൻ, എല്ലാം തിരിയുന്ന ഒരാള്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് മഹാനവറുകളെ കളിയാക്കുകയും പുച്ഛിക്കുകയും പരിഹസിക്കുകയുമാണ് ചെയ്യുന്നത്. നമുക്ക് 87-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
قالوا يا شعيب أصلاتك تأمرك أن نترك ما يعبد آباؤنا أو أن نفعل في أموالنا ما نشاء إنك لأنت الحليم الرشيد. قالوا അവർ ചോദിക്കുകയാണ്, യാ ശുഐബ്, അല്ലയോ ശുഐബേ അലൈഹിസ്സലാം, അസ്വലാത്തുക, നിന്റെ നിസ്കാരമാണോ, തഅ്മുറുക, നിന്നോട് ഇങ്ങനെയൊക്കെ കൽപ്പിക്കുന്നത്, അന്നത്രുക്കമായ അബ്ദു ആബാഉന, ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ആരാധിച്ചു വന്നിരുന്നതിനെ ഞങ്ങൾ ഒഴിവാക്കണമെന്ന് നിന്നോട് കൽപ്പിക്കുന്നത് നിന്റെ നിസ്കാരമാണോ? അതായത് നിന്റെ നിസ്കാരമാണ് ഞങ്ങളോട് ഇങ്ങനെ പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് എന്നർത്ഥം. ഔ അൻ നഫ്അല ഫീ അംവാലിനാ മാ നശാ, ഞങ്ങളുടെ സമ്പത്തുക്കളിൽ ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് പ്രവർത്തിക്കരുതെന്ന് ഞങ്ങളോട് കൽപ്പിക്കുന്നത് നിന്റെ നിസ്കാരമാണോ? ഞങ്ങളുണ്ടാക്കിയ പൈസ, ഞങ്ങളുടെ സമ്പത്ത്, അതിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യരുത് എന്ന് നീ പറയുന്നത് നിന്റെ നിസ്കാരം കാരണമാണോ? അന്നത്തുറുക്കമായ അബ്ദു ആബാഉന, ഞങ്ങളുടെ പൂർവ്വപിതാക്കളുടെ ആരാധ്യ വസ്തുക്കളെ ഞങ്ങൾ ഒഴിവാക്കണമെന്ന്, ഔ അൻ നഫ്അല ഫീ അംവാലിനാ മാ നശാ, ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങൾ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കരുത് എന്ന്, ഇത് രണ്ടും നിന്നോട് കൽപ്പിക്കുന്നത് നിന്റെ നിസ്കാരമാണോ? ഇന്നക ലഅൻതൽ ഹലീമുർ റഷീദ്, നീ വലിയൊരു സഹിഷ്ണു, നീ വല്ലാത്തൊരു വിവേകശാലി, ഇതാണ് നിന്റെ വിചാരല്ലേ? ഞങ്ങളൊക്കെ പൊട്ടന്മാരും നീ വലിയ ബുദ്ധിമാനും. ഇതാണ് അതിൻ്റെ ഒരാശയം. യാ അല്ലാഹ്, ഔ അൻ നഫ്അല ഫീ അംവാലിനാ മാ നശാ. ഹലീം എന്ന് പറഞ്ഞാൽ സഹിഷ്ണു, സഹനശീലമുള്ള. റഷീദ് എന്ന് പറഞ്ഞാൽ വിവേകശാലി, തൻ്റെ ഇടമുള്ള. കഴിഞ്ഞ പേജ് നമ്മൾ പഠിച്ചല്ലോ. ഔ അൻ നഫ്അല ഫീ അംവാലിനാ മാ നശാ. ഈ ചോദ്യം പലപ്പോഴും ഉയർന്നു കേൾക്കാറുള്ള ഒരു ചോദ്യമാണ്. സ്വന്തം സ്വത്ത് ഇഷ്ടമുള്ളതുപോലെ കൈകാര്യം ചെയ്യുന്നതിന് എന്താ കുഴപ്പം? ചൂഷണം ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ മുതലാളിത്ത ചൂഷകന്മാർ എപ്പോഴും എല്ലാ കാലത്തും ഉയർത്തുന്ന ചോദ്യമാണിത്. ഞങ്ങളെ പൈസയല്ലേ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തപോലെ നിങ്ങളെന്തിനാണ് ഇടപെടുന്നത്? ഇങ്ങനെ ചോദ്യം മദിയാൻകാർ ചോദിക്കുന്നത് അത് തന്നെയാണ്. നീ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നിസ്കാരമാണോ ഈ പുത്തൻ ചിന്താഗതികളും ആശയങ്ങളും ഒക്കെ ഇങ്ങനെ നിന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്? അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക, അവനല്ലാതെ നിങ്ങൾക്ക് ഇലാഹില്ല എന്ന് ശുഐബ് നബി ഇസ്ലാം പറഞ്ഞിരുന്നല്ലോ. അതിന് മറുപടി പറഞ്ഞതാണ് അവർ. ഞങ്ങളെ പൂർവ്വപിതാക്കൾ ആരാധിച്ചു വന്നിരുന്ന ആളുകളെ ഞങ്ങൾ കൈവടിയണമോ? ഞങ്ങൾ തയ്യാറല്ല. അതായത് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നതിന് അവരുടെ അടുത്തുള്ള ന്യായീകരണം എന്താ? ഞങ്ങളെ പൂർവികന്മാർ അങ്ങനെ ചെയ്തിരുന്നു, വേറൊന്നുമില്ല. കച്ചവടത്തിലും മറ്റും കാപട്യവും വിശ്വാസവഞ്ചനയും നടത്തരുത് എന്ന് മഹാനവറുകൾ രണ്ടാമതായവരോട് പറഞ്ഞിരുന്നു. അതിൻ്റെ മറുപടിയാണ് ഞങ്ങളെ സ്വത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യരുത് എന്ന് പറയാൻ നീ ആരാ? അതിന് ഞങ്ങൾക്ക് അവകാശമുണ്ടല്ലോ, നീ അതിനെ തടയുന്നത് എന്ന്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും ഉപേക്ഷിക്കണമെന്ന് നീ പറയുന്നത് വിഡ്ഢിത്തമാണ്, നീതീകരണമില്ലാത്തതാണ്, ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറില്ല. നിന്റെ നിസ്കാരമാണോ ഇതൊക്കെ നിന്നോട് പറയിപ്പിക്കുന്നത്? നീ വല്ലാത്തൊരു തല്ലേടുള്ള ആള് എന്നാണല്ലോ നിന്റെ വിചാരം. ശുഐബ് നബി അലൈഹി സ്വലാം ധാരാളം നിസ്കരിക്കാറുള്ള ആളായിരുന്നു എന്നാണ്. ഒരുപാട് ഇബാദത്തും അന്നത്തെ രൂപത്തിലുള്ള നിസ്കാരം എല്ലാ കൗമിനും എല്ലാ അധിക സമൂഹങ്ങൾക്കും നിസ്കാരം ഉണ്ടായിരുന്നു എന്നാണ്. ഓരോരുത്തർ അവരുടേതായ നിസ്കാരം ഇബാദത്തുകൾ. മുമ്പുള്ള സമുദായങ്ങൾ പല സമുദായങ്ങൾക്കും നിസ്കാരം ഉണ്ടായിരുന്നു. അപ്പോൾ ആ നിസ്കാരം ഇബാദത്തൊക്കെ കണ്ടിട്ട് ആളുകൾ മഹാനവറുകളെ കളിയാക്കുമായിരുന്നു എന്നാണ്, പരിഹസിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇമാം റാസി റഹ്മത്തുള്ളാഹി അത് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് പശ്ചാത്തലം. ഈ ഒരു നിസ്കാരക്കാരൻ നിന്റെ നിസ്കാരമാണ് അപ്പം അങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഈ നിസ്കാരം വെച്ച് പരിഹസിക്കുകയാണ്. എങ്ങനെ നിസ്കരിക്കുന്ന ആളായതുകൊണ്ടാണ് ഈ പുത്തൻവാദങ്ങളൊക്കെ പറയുന്നത് എന്ന് ചുരുക്കം. ഇന്നക ലഅൻതൽ ഹലീമുർ റഷീദ്, നീ വലിയൊരു തൻ്റെ ഇടവും പിടിപാടൊക്കെ ഉള്ള ഒരാള്. അല്ലാത്ത പരിഹാസമാണത്. ആദ്യം പറഞ്ഞത് നിസ്കാരം പോലെയുള്ള ആരാധനകളോടുള്ള അമർഷവും വെറുപ്പുമാണ്. എന്നാ ഇപ്പറഞ്ഞത് തീരെ വിവേകം തൻ്റെ ഇടവുമില്ലാത്ത വിഡ്ഢിയാണ് നീ എന്ന് അവർ മറുപടി പറയുകയാണ്. വല്ലാത്തൊരു ആരോപണം തന്നെയാണ്. നഊദുബില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ അവരുടെ സമുദായം നേരിടുന്ന രീതികളാണ് ഇതൊക്കെ. 88-ാമത്തെ ആയത്തിലേക്ക് കടക്കും. ഇനി ശുഐബ് നബി അലൈഹി സ്വലാം അവർക്ക് മറുപടി കൊടുക്കുകയാണ്. ഒരു പ്രവാചകനിൽ നിന്നുണ്ടാവേണ്ട സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് തന്നെ മാന്യമായി ശ്രദ്ധേയമായ രൂപത്തിൽ മറുപടിയാണ് മഹാനവറുകൾ കൊടുക്കുന്നത്. ആളുകൾ നന്നാവണം എന്നത് മാത്രം ആഗ്രഹമുള്ള, അങ്ങനെ അവരെ സത്യത്തിന് മാർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ഇപ്പോൾ ഈ ആളുകൾ ചെയ്തത് അത് തള്ളിപ്പറയുകയാണ്.
മഹാനവറുടെ ഉദ്ദേശം വരെ നന്നാകണമെന്ന്. അതുകൊണ്ടാണ് അവരെ ക്ഷണിക്കുന്നത്. അവർ തള്ളിപ്പറഞ്ഞത് മാത്രമല്ല, പരിഹസിക്കുക കൂടിയാണ് ചെയ്യുന്നത്. എന്നിട്ടും മഹാനായ ശുഐബ് നബി ഇസ്ലാം സമനില തെറ്റാതെ ആ ഒരു സ്റ്റാൻഡ്, ആ ഒരു മഹാനവറുകളുടെ ആ ഒരു നില കൈവിടാതെ മാന്യമായ രീതിയിൽ അവർ പ്രതികരിക്കുകയാണ്. അങ്ങോട്ട് കളിയാക്കുകയല്ല ചെയ്തത്. മഹാനവറുകൾ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ ദേഷ്യത്തിൻ്റെ ലാഞ്ചന പോലും വരാതെ ശ്രദ്ധിച്ചുകൊണ്ടാണ് മറുപടി പറയുന്നത്. വളരെ സ്നേഹപൂർവ്വം തന്നെ എൻ്റെ ജനങ്ങളെ എന്ന് വിളിച്ച് സംബോധന ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അവർക്കിടയിലുള്ള ഗോത്രബന്ധവും പാരമ്പര്യവും അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് മറുപടി പറയുന്നത്. നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏതൊരാൾക്കും സത്യം കണ്ടെത്താൻ കഴിയുന്ന രൂപത്തിലുള്ള മറുപടിയാണ് നൽകുന്നത്. എന്താ പറയുന്നത്? എൻ്റെ സമുദായമേ, നിങ്ങളും ചിന്തിച്ചു നോക്കൂ. ഞാൻ എൻ്റെ രക്ഷിതാവിൻ്റെ അടുത്ത് നിന്നുള്ള വ്യക്തമായ തെളിവോടുകൂടിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. മാത്രമല്ല, നല്ല റിസ്ക് എനിക്ക് എൻ്റെ റബ്ബ് തന്നിട്ടുണ്ട്. കാരണം ശുഐബ് നബി അലൈഹി സ്വലാം നല്ല സമ്പന്നനായിരുന്നു എന്നാണ്. അപ്പോൾ അല്ലാഹു തആല എനിക്ക് നല്ല റിസ്ക് തന്നിട്ടുണ്ട്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചിട്ടുണ്ട്, നല്ല സമ്പന്നനായിരുന്നു. ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ അവിശ്വാസത്തിലും ദുർനടപ്പുകളിലും അവിഹിത സമ്പാദ്യങ്ങളിലും ഭാഗവാക്കാകാൻ എനിക്കെങ്ങനെ കഴിയും? ഈ വേണ്ടാത്തരങ്ങളൊക്കെ നിങ്ങളെ കൂടി ചെയ്യാൻ എനിക്കെങ്ങനെ കഴിയുക? ഞാൻ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വ്യക്തമായ ദൃഷ്ടാന്തം തെളിവോട് കൂടിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. പിന്നെ എനിക്ക് റബ്ബ് നല്ല റിസ്ക് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളോട് ഞാൻ വിരോധിക്കുന്ന കാര്യങ്ങൾ ഒന്നാമതായി ഒഴിവാക്കുന്ന ആളാണ് ഞാൻ. അള്ളാഹുവിനല്ലാതെ ഞാൻ ആരാധിക്കൂല. ഈ വേണ്ടാത്ത പണികളൊന്നും ഞാൻ ചെയ്യാനില്ല. അപ്പം നിങ്ങളോട് ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ആദ്യമായി ഒഴിവെക്കുന്ന ആൾ ഞാനാണ്. നിങ്ങളോട് അതെല്ലാം ചെയ്യരുതെന്ന് പറയുകയും അതോടൊപ്പം ഞാൻ തന്നെ അതിനെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്നെ ആക്ഷേപിക്കാൻ ന്യായമുണ്ടാകുമായിരുന്നു. പക്ഷെ ഞാൻ നിങ്ങളോട് വിരോധിക്കുന്നതിനെതിരായി ഒന്നും ചെയ്യുന്നില്ലല്ലോ. വളരെ ശ്രദ്ധേയമായ പോയിന്റാണ് മഹാനവറുകൾ പറയുന്നത്. കാരണം പലരും ഇങ്ങനെയായിരിക്കും, ആളുകളോട് നല്ലോണം ഉപദേശിക്കും, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. പക്ഷേ സ്വന്തം ജീവിതത്തിൽ അത് പാലിക്കാൻ അവർ തയ്യാറാവുകയുമില്ല. ശുഐബ് നബി സ്വലാം പറയുന്നത് അതാണ്. ഞാൻ നിങ്ങളോട് ചെയ്യരുതെന്ന് പറയണം, ഞാൻ ചെയ്യുന്നില്ലല്ലോ. ഞാൻ പറയുന്നതനുസരിച്ചല്ലേ ഞാൻ മുന്നോട്ട് പോകുന്നുള്ളൂ. നിങ്ങളോട് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് എന്നെ ആക്ഷേപിക്കാമായിരുന്നു. മഹാനവറുകൾ ഉപദേശം തുടരുകയാണ്. എൻ്റെ ജനങ്ങളെ, നിങ്ങളെ കഴിയുന്നത്ര നന്നാക്കിയെടുക്കുക എന്നത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. ആ കാര്യം അള്ളാഹുവിൽ അർപ്പിച്ച് ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നിങ്ങളെ നന്നാക്കിയെടുക്കണം, നിങ്ങളെ ഉപദേശിക്കണം എന്നത് അള്ളാഹു എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. അതല്ലാതെ അതിലപ്പുറം മറ്റൊരു കാര്യലാഭവും എനിക്കെതിരില്ല. ഈ ലക്ഷ്യം സാധിക്കുവാൻ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് സഹായം ലഭിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് സ്വാഭാവികമായി എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് സ്വന്തമായി അതിനൊരു കഴിവൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ അള്ളാഹുവിൽ പരമേൽപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് 88-ാമത്തെ ആയത്തിൽ പറയുന്നത്. നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال يا قوم أرأيتم إن كنت على بينة من ربي ورزقني منه رزقا حسنا وما أريد أن أخالفكم إلى ما أنهاكم عنه إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. قال മഹാനവറുകൾ മറുപടി പറയുകയാണ്. യാ ഖൗമി, എൻ്റെ സമൂഹമേ, അറഅയ്തും, നിങ്ങളൊന്ന് പറഞ്ഞു തരൂ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇൻ കുന്തു, ഞാനാണെങ്കിൽ, അലാ ബയ്യിനത്തിൻ, വ്യക്തമായ തെളിവിന്മേലാണെങ്കിൽ, മിർ റബ്ബി, എൻ്റെ റബ്ബിൽ നിന്നുള്ള, പറഞ്ഞാൽ ഞാൻ എൻ്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവോടുകൂടി ആയിരിക്കുകയും, വറസഖനി മിൻഹു റിസ്ഖൻ ഹസന, അവൻ എനിക്ക് ഉദാത്തമായ ഉപജീവനം നൽകുകയും ചെയ്യുമ്പോൾ, അള്ളാഹു എനിക്ക് റിസ്ഖുൻ ഹസന, നല്ല ഉദാത്തമായ റിസ്ക് നൽകുകയും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് തെളിവ് സഹിതമാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഞാനാണെങ്കിൽ, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ എങ്ങനെയാണ് സത്യപ്രബോധനം നടത്താതിരിക്കുക? അതാണ് ചോദിക്കുന്നത്. എനിക്ക് വ്യക്തമായ തെളിവുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ. റബ്ബ് എന്നെ പ്രവാചകനെ നിയോഗിച്ചതാണ്, എന്നെ പ്രവാചകനാക്കിയതാണ്. മനസ്സിലാകുന്നില്ല? അവ വ്യക്തമായ ദൃഷ്ടാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. വ്യക്തമായ തെളിവുണ്ട്, അള്ളാഹു എനിക്ക് നല്ല ഉപജീവനം നൽകുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടായിരിക്കുക, പിന്നെ എങ്ങനെയാണ് ഞാൻ നിങ്ങളോടൊക്കെ പറയാതിരിക്കുക? എൻ്റെ ബാധ്യതയല്ലേ അത്? മനസ്സിലാകുന്നുണ്ട്? അപ്പൊ ഞാൻ എൻ്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവോടുകൂടി ആയിരിക്കുകയും
അവൻ എനിക്ക് ഉദാത്തമായ ഉപജീവനം നൽകുകയും ചെയ്യുമ്പോൾ ഇനി അവിടെ നമ്മൾ കൂട്ടിക്കൊടുക്കണം, ഞാൻ എങ്ങനെ സത്യപ്രബോധനം നടത്താതിരിക്കും, നിങ്ങളൊന്ന് പറഞ്ഞു തരൂ. അല്ലാതെ എൻ്റെ നിസ്കാരം എന്നെ കൂടെ പറയിപ്പിക്കുന്നു എന്നോ നിങ്ങളെ സ്വത്തിൽ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാതിരിക്കാൻ ചെയ്യരുത്, നിങ്ങളെ വെറുതെ നിരോധിക്കണം എന്ന് വിചാരിക്കേണ്ടെന്നർത്ഥം. എന്നിട്ട് പറയാം, വമാ ഉരീദു അൻ ഉഖാലിഫുക്കും ഇലാ മാ അൻഹാകും അൻ, നിങ്ങളുമായി ഭിന്നിച്ച് ഞാൻ നിരോധിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം സ്വയം പ്രവർത്തിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വമാ ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അൻ ഉഖാലിഫുക്കും, നിങ്ങളുമായി ഭിന്നിച്ച്, ഇലാ മാ അൻഹാകും അൻഹു, ഞാൻ നിരോധിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം സ്വയം പ്രവർത്തിക്കണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് കുറെ കാര്യങ്ങൾ ചെയ്യേണ്ട എന്ന് പറയുന്നു, നിരോധിക്കുന്നു. അതൊന്നും ചെയ്യണം എന്ന് എനിക്ക് ഉദ്ദേശമില്ല, ഞാൻ അങ്ങനെ ചെയ്യുന്നുമില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്നെ ആക്ഷേപിക്കാം, നിങ്ങളൊന്ന് പറയണു നിങ്ങൾ അതന്നെ ചെയ്യണം. ഞാൻ അങ്ങനെയല്ല, ഞാൻ നിങ്ങളോട് പറയുന്ന വേണ്ട എന്ന് പറയുന്നത് ഞാൻ ചെയ്യണില്ല, അതാണ് എൻ്റെ ആശയം. എന്നിട്ട് മാനവകൾ പറയാണ്, ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതാഅതു, സാധിക്കുന്നത്ര നന്മ ചെയ്യണമെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇൻ ഉരീദു, ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഇല്ലൽ ഇസ്ലാഹ, നന്നാക്കുക എന്നതല്ലാതെ മസ്തതാഅതു, എനിക്ക് കഴിയുന്നിടത്തോളം, എന്നെക്കൊണ്ട് കഴിയും വിധം നന്മ കൈവരുത്തണം എന്നേ എനിക്ക് ഉദ്ദേശമുള്ളൂ. അതിനെന്നാ എന്നെ കൊണ്ട് സ്വന്തം കഴിയോ? ഇല്ല, അത് പടച്ചോൻ തൗഫീഖ് തന്നിട്ട് വേണം. അതാണ് വമാ തൗഫീഖ് ഇല്ലാ ബില്ലാഹ്, എൻ്റെ സഹായം, എൻ്റെ കഴിവ് അള്ളാഹുവിനെ കൊണ്ട് മാത്രമാണ്. എൻ്റെ തൗഫീഖ്, എനിക്കിത് ചെയ്യാനുള്ള കഴിവും സഹായമൊക്കെ ഇല്ലാ ബില്ലാ, പടച്ചോൻ്റെ തന്നെ കിട്ടണം, വേറെ ഒന്നും കിട്ടൂല. അതുകൊണ്ട് അലൈഹി തവക്കൽതു, ഞാൻ അവന് മേൽ ബരമേൽപ്പിക്കുകയാണ്. വഇലൈഹി ഉനീബ്, അവനിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുകയും ചെയ്യുകയാണ്. സ്വന്തം ഖൗമിനോട് തൗഹീദിനെ കുറിച്ചും സൽക്കർമ്മങ്ങളെക്കുറിച്ചും പറഞ്ഞത് ആ നാട്ടുകാർക്ക് പിടിച്ചില്ല. പക്ഷെ ഷുഐബ് നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത് എന്താ? അത് പറഞ്ഞു തരൽ എൻ്റെ അനിവാര്യമായ ബാധ്യതയാണ് എന്നാണ്. അനുയായികളുടെ നന്മയും രക്ഷയും മാത്രമല്ല ഏതൊരു പ്രവാചകനും ഉദ്ദേശം ഉണ്ടാവുള്ളൂ. യാ ഖൗമി അറഅയ്തും ഇൻ കുൻതു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി വറസഖനി മിൻഹു റിസ്ഖൻ ഹസന. നൂഹ് നബി അലൈഹി സ്വലാമും ഏകദേശം ഇതേപോലെ ആളുകളോട് പറഞ്ഞത് ഇതേ അധ്യായത്തിൽ 28-ാം ആയത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല യാ ഖൗമി അറഅയ്തും ഇൻ കുൻതു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി വആതാനി റഹ്മതൻ മിൻ ഇൻദി. അല്ലേ? സാലിഹ് നബി അലൈഹി സ്വലാം തൻ്റെ ഖൗമിനോട് ഇതേപോലെ പറഞ്ഞത് 63-ാം ആയത്തിൽ ഇതേ അധ്യായത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال يا قوم أرأيتم إن كنت على بينة من ربي وآتاني منه رحمة. അല്ലേ? അതേപോലെയുള്ളൊരു വാക്യമാണ് ഇവിടെ ഷുഐബ് നബി അലൈഹി സ്വലാം തൻ്റെ ഖൗമിനോടും പറഞ്ഞത്. ഈ ആയത്തുകളിലൊക്കെ പദപ്രയോഗങ്ങളിൽ ചെറിയ വ്യത്യാസമുണ്ട് എന്ന് മാത്രം. അല്ലേ? അവിടെയൊക്കെ റഹ്മത്തൻ എന്നാണ് അല്ലാഹു ഉപയോഗിച്ചത്. നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞെടുത്തും സാലിഹ് നബി അലൈഹി സ്വലാം പറഞ്ഞെടുത്തും വാത്താനി റഹ്മത്തൻ മിൻ ഇൻദി, അല്ലെങ്കിൽ വാത്താനി മിൻഹു റഹ്മ. ഇവിടെ ഷുഐബ് നബി അലൈഹി സ്വലാമിന്റെ കാര്യം പറഞ്ഞെടുത്ത് റിസ്ഖൻ ഹസന എന്നാണ്. വറസഖനി മിൻഹു റിസ്ഖൻ ഹസന. അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞത്. വറസഖനി മിൻഹു റിസ്ഖൻ ഹസന. റിസ്ഖ് എന്ന് പറഞ്ഞാൽ ഇതിന് പല അർത്ഥമുണ്ട്. ആഹാരം എന്ന അർത്ഥമുണ്ട്, ഉപജീവന മാർഗം എന്ന അർത്ഥമുണ്ട്. അപ്പോൾ അത് ഭാഷാപരമായ ഇത്തരം അർത്ഥങ്ങളൊക്കെ അതിനുണ്ട്. ഭാഷാപരമായി നോക്കുമ്പോൾ ഭൗതികമോ അഭൗതികമോ ആയ എല്ലാ നേട്ടങ്ങൾക്കും വിഭവങ്ങൾക്കും റിസ്ഖ് എന്ന പദം ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ ഇവിടെ വറസഖനി മിൻഹു റിസ്ഖൻ ഹസന എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം രണ്ട് രൂപത്തിലാവാം. ഒന്ന്, നിങ്ങൾ ചെയ്യുന്നത് പോലെയുള്ള അഴിമതികളിൽ നിന്നൊക്കെ ഒഴിവായി അനുവദനീയമായ മാർഗത്തിലൂടെ മാത്രം ലഭിക്കുന്നത് കൊണ്ട് ജീവിക്കാനുള്ള വകകൾ എനിക്ക് അല്ലാഹു തആല തന്നിട്ടുണ്ട് ഒന്നത്. രണ്ടാമത്തെ ഉദ്ദേശം റിസാലത്ത്, പ്രവാചകത്വം, നുബുവത്ത്, അതേപോലെ തന്നെ വിജ്ഞാനം, വഹ്യ്, ഇത്തരം അനുഗ്രഹങ്ങളൊക്കെ അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെയും ആവാം, രണ്ടും ശരിയാണ്. അല്ലേ? ഏതായാലും സന്ദർഭം വെച്ച് നോക്കുമ്പോൾ, അതായത് ഷുഐബ് നബി അലൈഹി സ്വലാം നൽകിയ ഉപദേശങ്ങളും ആ ഖൗമ് നൽകിയ മറുപടികളും അതിൻ്റെ പശ്ചാത്തലമൊക്കെ കൂടി പരിഗണിക്കുമ്പോൾ ആദ്യം പറഞ്ഞ അഭിപ്രായമാണ് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത്. കാരണം അവർ തമ്മാടിത്തരങ്ങളും വഞ്ചനകളും ചെയ്ത് പൈസ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ റാഹത്തായി നല്ല ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വകകളൊക്കെ പടച്ചവൻ എനിക്ക് തന്നിട്ടുണ്ട് എന്ന് ഷുഐബ് നബി അലൈഹി സ്വലാം പറയുന്നു. മറ്റുള്ള പ്രവാചകന്മാരൊക്കെ റഹ്മത്തിന് എന്ന് പറഞ്ഞത് നമ്മൾ അവരുടെ ഉദ്ദേശമൊക്കെ പറഞ്ഞിരുന്നു. പ്രവാചകത്വം വഹീദൊക്കെ ഉദ്ദേശമെന്നും പറഞ്ഞിരുന്നു. അല്ലേ? ഇൻഷാ അല്ലാഹ് ഏതായാലും ഇത്രയുമാണ് ഇന്ന് നമുക്ക് ഈ പേജിൽ പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്
حمدا كثيرا طيبا مباركا في جزيلا جميلا دائما بدوام ملك الله. അള്ളാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും എല്ലാം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യണം. അള്ളാഹ് മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അവരോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകണം. തമ്പുരാനെ, ഞങ്ങൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകളും, മാതാപിതാക്കൾ, ഉസ്താദുമാർ, വേണ്ടപ്പെട്ട മുഫസ്സിറുകൾ, പണ്ഡിതന്മാർ, ക്ലാസ് കേൾക്കുന്നവർ, ഇതിനുവേണ്ടി അധ്വാനിക്കുന്നവർ എല്ലാവർക്കും നീ ഖൈറും സലാമത്തും സന്തോഷം നൽകണം. തമ്പുരാനെ, തെറ്റുകുറ്റങ്ങൾ പുറത്ത് മാപ്പാക്കി തരണം. അള്ളാഹ് ആഫിയത്ത് നിലനിർത്തണം. തമ്പുരാനെ, രോഗങ്ങൾ ശിഫയാക്കണം. അള്ളാഹ് ദുആണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ എല്ലാവർക്കും നീ ഖൈർ നൽകണം. തമ്പുരാനെ, ഇഖ്ലാസോടുകൂടി ഒരുപാട് കാലം നിന്റെ ദീനിനും ഇൽമിനും ഖുർആനും ഖിദ്മത്തിൽ അവസരം നൽകണം. തമ്പുരാനെ, اللهم اجعل جمعنا هذا جمعا مرحما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഞങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ഒരുപാട് ആളുകളിലേക്ക്, പരമാവധി ആളുകളിലേക്ക് ക്ലാസ്സിലെ സന്ദേശം നിങ്ങൾ എത്തിക്കണം. ഖുർആൻ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.